ഹായ് ഹലോ അസ്സാം വലൈക്കും ഇച്ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മലതാങ്ങി കുറുക്കാണ്. ഇതാണ് മലതാങ്ങി ഇല. ഇത് നമുക്ക് ശരീരവേദനയ്ക്ക് നടുവേദനയ്ക്കൊക്കെ സാധാരണയായി നമ്മൾ കുറുക്കി കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. ഇതൊരു വള്ളിച്ചെടിയായിട്ട് പിടിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ് മലതാങ്ങി ഇല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി അരിച്ചെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് ശർക്കര എടുത്തിട്ടുണ്ട്, ഉരുക്കിയ ശർക്കരയാണ്. അതേപോലെ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കത് എത്രയാണോ കുറുപ്പം വേണ്ടത് അത്രയ്ക്ക് വേണ്ടി എടുത്താൽ മതി. അപ്പോൾ ഒരു ജാറിലേക്ക് ആദ്യം മലതാങ്ങിയിലയും 2/2 പാലിൻ്റെ പകുതിയും ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് നേരം നമ്മളിത് വെയിറ്റ് ചെയ്യാൻ വെക്കരുത്. കാരണം വീണ്ടും അത് നല്ല റബ്ബർ പോലെ കുറുകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാവിട്ട് കൊടുക്കാം. മാവിട്ട് കൊടുത്ത് സെക്കൻഡ് പാലിൻ്റെ ബാക്കിയും ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് നേരം വെച്ചേക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഏതിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നന്നായി അലിയിച്ചെടുക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് അടുപ്പിലോട്ട് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ കുറുക്ക് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. കൈ വിടാത്ത രീതിക്ക് ഒറ്റ സൈഡിലോട്ട്, അതായത് ഏത് സൈഡിലാണോ നമ്മൾ ഇളക്കുന്നത് ആ ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കി കൊടുക്കണം ആദ്യം. പിന്നെ കുഴപ്പമില്ല, ഒന്ന് കുറുകി വരുമ്പോൾ പിന്നെ കുഴപ്പമില്ല. നമുക്കിതിലേക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ചതിന് ശേഷം വീണ്ടും കുറുക്കി നല്ല വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ശരീരവേദന, നടുവേദന, അതേപോലുള്ള പ്രശ്നങ്ങൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എപ്പോഴും വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്കും കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായി ഒന്ന് കുറുകി വരണം. ഒരു ലേഹ്യ പരുവം ആവേണ്ട, അതിന് മുന്നേ ഉള്ളൊരു പരുവത്തിന് നമുക്ക് എടുക്കാം. ഇത് ഉണ്ടാക്കുന്ന ടൈമിന് മാത്രമല്ല, പിറ്റേന്ന് വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പഴകുന്തോറും ഇതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ബായ്.